കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള റൈസ് റെസിപ്പി ആയിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. ഞാൻ മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പച്ചരി വെച്ചിട്ടായിരുന്നു റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ബിരിയാണി അരി വെച്ചിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാനിതുപോലൊരു ഇൻസ്റ്റൻറ്റ് കുക്കറിലാണ്, ഇലക്ട്രിക് കുക്കറിലാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലും ഇതേ മെത്തേഡ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ആ കറിവേപ്പില ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം ഒരു സവാള, ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ 1/2 പകുതി മതി. എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അത് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്തൊന്ന് മാറട്ടെ, അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം വല്ലാണ്ട് എരിവുണ്ടാവില്ല, കളറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി എടുത്താൽ മതി. ഇപ്പം നോർമൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കരിയാതെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല കുഴഞ്ഞു വരണം കേട്ടോ. ആ രീതിയിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബിരിയാണി അരിയാണ് എടുക്കുന്നതെന്ന്. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ നമുക്ക് പച്ചരി വെച്ചിട്ട് ചെയ്യാം. നോർമൽ റൈസ് വേവിച്ചതുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വേറെ റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സാധാരണ ചോറ് കഴിക്കുന്ന അരി ഉണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചോറിലേക്ക് ഈ ഒരു മിക്സ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. പക്ഷേ ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് റോസ്റ്റ് ചെയ്തിട്ട് വെക്കില്ല, ആ രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ. ഓരോ അരിക്കനുസരിച്ചാണ് വെള്ളം വരിക. ഞാനിവിടെ 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഓരോ റൈസിനനുസരിച്ച് മാറ്റം വരും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വിസിൽ ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റിലുള്ള തക്കാളി റൈസ് ഇവിടെ റെഡി ആവും കേട്ടോ. അതുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹൈ പ്രഷറിൽ ഒറ്റ വിസിൽ മതി കേട്ടോ. അത്രയും ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടും. എന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ അടിപൊളി റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ ഒരു ഓംലെറ്റ് മാത്രം മതി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ അത് അടിപൊളി റൈസ് റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്